നമസ്കാരം. ജാമ്യം കിട്ടിയിട്ടും ഇന്നലെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാതെ നാടകം കളിച്ചു. പുറത്ത് അവരുടെ ഫാൻസ് അസോസിയേഷനും അതുപോലെയുള്ള സംഘടനകളും ബഹളം കൂട്ടി. പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ ഹൈക്കോടതിയെ അപമാനപ്പെടുത്തി, ഹൈക്കോടതി വിധിയെ പുല്ലുപോലെ വില കൽപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ രോഷാകുലനായ ഹൈക്കോടതി ജഡ്ജ് PV കുഞ്ഞികൃഷ്ണൻ വളരെ ശക്തമായ ഭാഷയിലാണ് ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം 12 മണിക്കുള്ളിൽ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാത്തത് എന്നുള്ളതിൻ്റെ ശക്തമായ കൃത്യമായ വിവരണം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 12 മണിക്കുള്ളിൽ കൃത്യമായ വിശദീകരണം കിട്ടിയില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇത്രയും ശക്തമായ രൂക്ഷമായ രൂപത്തിൽ വിമർശിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടുള്ളത് 10 നിമിഷം കൊണ്ട് അദ്ദേഹം കോടതി ജയിൽ നടപടികളെല്ലാം ക്ലിയറാക്കി ഇന്ന് ഇറങ്ങുകയേണ്ട. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതി വിധിയെ തുടർന്ന് ജില്ലാ കോടതിയിൽ നിന്നും കിട്ടേണ്ട ബോണ്ട്, അതായത് ബോണ്ട് വെച്ച് ജാമ്യത്തിൽ ഇറങ്ങണം. ആ ബോണ്ട് വെച്ച് ജാമ്യത്തിൽ എൻ്റെ എല്ലാ പേപ്പറും കിട്ടുമ്പോൾ ലേറ്റായി. അത് ജയിലിലെത്തിക്കാൻ താമസിച്ചു. ഇന്ന് രാവിലെ എത്തിക്കുകയും അത് കിട്ടിയ പാടെ തന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ് സത്യം. അല്ലാതെ അദ്ദേഹം മറ്റുള്ള കാരണങ്ങളൊക്കെ പറയുന്നത് ഉണ്ടായിരിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ബോണ്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് രണ്ടിൽ നിന്നും കിട്ടാതെ ഇരുന്നത് കൊണ്ടാണ്. അത് ഇന്നലെ രാത്രിയാകുമ്പോഴേക്കാണ് കിട്ടിയത്. അത് ബോണ്ട് ക്ലിയർ ചെയ്ത് അദ്ദേഹം ഇന്ന് രാവിലെ ജയിലിലെത്തിക്കുകയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ കേൾക്കാം. ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. അതൊരു കോടതി ഇലക്ഷൻ അല്ലേ? അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാത്ത ഒരു കോടതി ഇലക്ഷൻ അല്ലേ? കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ തടവുകാർ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത ധാരാളം 10-26 തടവുകാരുണ്ട്. അവരുടെ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. പുറത്തിറങ്ങി അവരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അവിടെ അരങ്ങേറിയിരുന്നു. ചില പ്രമുഖ ഗുണ്ടകൾ അവിടെ എത്തി ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയുള്ള കള്ളക്കളി കളിച്ചു. അതിൽ വീണ ജോർജിൻ്റെ ഗുണ്ട ജീമോൻ കല്ലുപുരയ്ക്കലാണ് പ്രധാനമായിട്ട് രംഗപ്രവേശം ചെയ്ത് അദ്ദേഹം പറയുന്ന വാക്കുകളൊന്ന് കേൾക്കേണ്ടതാണ്. അദ്ദേഹം പടക്കവുമായി നിന്നുകൊണ്ട് പോലീസിനെ വെല്ലുവിളിക്കാണ്. ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ കിടക്കാൻ തയ്യാറാ, ഈ മാലപ്പെട്ടകൻ ദീപാവലിക്ക് വലിയ ഗുണ്ട് നടു ഒട്ടിക്കുന്നു. അതുപോലെ കോറികള് പാറമടക്കാര് വലിയ കരിങ്കൽ കഷണം പൊട്ടിക്കുന്നു. പിന്നെ അവിടെ കിടന്നാളാ, ജയിലിൽ കിടന്നാളാ. ആയിക്കോട്ടെ, അടുത്തൊരു കേസോടെ ആയിക്കോട്ടെ, വിഷയമില്ല. നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. കേട്ടല്ലോ, പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഗുണ്ടയാണ് നമ്മുടെ എറണാകുളം എളമക്കര പോലീസ് സ്റ്റേഷനിലെ SIയെ തല്ലിയ കേസിലെ പ്രതിയാണ്. ജാമ്യ വ്യവസ്ഥയിലാണ് അദ്ദേഹം ഇറങ്ങിയിട്ടിരിക്കുന്നത്. ഇതേപോലെ കൊട്ടാരക്കരയിൽ അദ്ദേഹം കല്യാണം കഴിച്ച ഭാര്യയുമായിട്ടുള്ള ഡിവോഴ്സ് കേസിൽ അദ്ദേഹം അവിടെ പ്രതിയാണ്, തല്ലിയ കേസിൽ പ്രതിയാണ്, കൊലപാതക കേസിലെ പ്രതിയാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു കണ്ണു കാണാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഏത് തരത്തിലാണ് അതിൻ്റെ തെളിവുകളടക്കം എത്തിയിട്ടും അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം കോടതി അനുകൂലമായി വിധി പറഞ്ഞു. ഇതുപോലുള്ള നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ ഗുണ്ടയാണ് എന്ന് അദ്ദേഹം തന്നെ സ്വയം പറയുന്നുണ്ട്. വീണ ജോർജിൻ്റെ ഗുണ്ടയായി കോട്ടയത്ത് അദ്ദേഹം ഗുണ്ടാ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന കാര്യം കൂടി കേട്ടു നോക്കൂ. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ തന്നെ ഒരു വോയിസ് ആണ് എന്റെയും. വീണ ജോർജിനെ കുപ്രസിദ്ധ ഗുണ്ടയാണെന്നായപ്പോ ഞാൻ കോട്ടയത്ത് പോയി ഒരു വീട് ഒഴിപ്പിച്ചു കൊടുത്തു. അറിയാമോ നിനക്ക്? 150,000 രൂപ കിട്ടി. 150,000 രൂപ കിട്ടി. 150,000 രൂപ കിട്ടി. കേട്ടല്ലോ, അതായത് വീണ ജോർജിന് ഗുണ്ട പരസ്യമായി പ്രഖ്യാപിച്ച് പ്രവർത്തനം നടത്തുന്ന ഗുണ്ടയാണ്
ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടി എത്തുകയും അത് പോലീസിനടക്കം ഭീഷണിപ്പെടുത്തുന്നത് പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ അദ്ദേഹം ആണ് ഈ പറയുന്ന ആൾ ഏർപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇതേപോലെ എറണാകുളം എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഫൈസൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയ കേസിലെ പ്രതിയാണ്. അങ്ങനെ ആ തല്ലിയ കേസിലെ പ്രതി കൂടിയായ ഈ ജീമോൻ കല്ലുപരിക്കലാണ് നമ്മുടെ ബോച്ചയുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി ഏതെങ്കിലും വഴിക്ക് ജാമ്യം കിട്ടിയത് ഇല്ലാതാക്കാൻ വേണ്ടി കരുതിക്കുട്ടിയുള്ള ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ആണ് ബോച്ചയുടെ പേരും പറഞ്ഞ് മുതലെടുക്കാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.